നമ്മൾ പുതിയ കാലമാണ്, പുതിയ സമൂഹമാണ്. സാംസ്കാരികമായി, രാഷ്ട്രീയമായി, അതുപോലെ പൊതുബോധത്തിലൊക്കെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. പുതിയ കാലത്ത് നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംസാരിക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കണം, മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമെന്നൊക്കെ ഒരു പൊതുബോധം വളർന്ന ഒരു കാലമാണ്. മതപരമായി അത്തരം ആലോചനകളൊക്കെ നേരത്തെ പങ്കുവെക്കപ്പെടാറുണ്ടെങ്കിലും പൊതുബോധത്തിൽ പലപ്പോഴും അതൊക്കെ മിസ്സായി പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊതുബോധത്തിൻ്റെ ഭാഗമായി അതൊക്കെ വന്ന് നമ്മൾ വളരെ വികസിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ പൊതുബോധമൊക്കെ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു നാട്യം മാത്രമാണ്. അത് ഒരു അവസരത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒന്നാവുകയും അകത്ത് പഴയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഒന്നുകിൽ അതേപോലെ മറ്റു ചിലയിടത്തൊക്കെ അതിനേക്കാൾ രൂക്ഷമായി തന്നെ തുടരുന്ന പോലെ ജാതീയമായി, വംശീയമായി, നിറം വെച്ചിട്ടൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര രൂക്ഷമായി പലയിടത്തും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പുതിയതായി ഒരുപാട് വാർത്തകൾ അത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പേ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട്, ഈവൻ കോടതികളിലായും നമ്മുടെ നിയമ സംവിധാനത്തിനകത്തായും പോലീസിനകത്തായും പലയിടത്തായിട്ട് ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ജോലി മതിയാക്കുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള പീഡനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോഴത്തെ നേരത്തെ ഞാൻ പറഞ്ഞൊരു യുക്തി വെച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സംഭവിച്ചു പോകുമോ? ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? വിദ്യാസമ്പന്നരായ ആളുകൾ അങ്ങനെ ചെയ്യുമോ? സാംസ്കാരിക ബോധമുള്ളൊരു സമൂഹത്തിനിടയ്ക്ക് ജീവിക്കുന്ന, ഈ പോസ്റ്റുകളൊക്കെ ഇടുകയും വായിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ഒരു കുട്ടിയെ നിറം വെച്ച് ആക്ഷേപിക്കുക, കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ സ്പർശിക്കാൻ അനുവദിക്കാതിരിക്കുക, അയാളോട് സ്വന്തം കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അങ്ങനെ പല രീതിയിലുള്ള വംശീയതകളും ജാതീയതകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിനെ സ്പർശിക്കും വിധം ഈ ആശയങ്ങളൊക്കെ ഇനിയും പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഉണ്ടെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും വലിയ കണ്ണുകളോടുകൂടി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരെയൊക്കെ യെസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണവും വെള്ളമൊക്കെ ലഭിക്കുന്നത് പാവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതെ, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് പാവങ്ങളുടെ കൂടെയാണ് എന്നാണല്ലോ പറയുന്നത്. ഈ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്നത് സാമ്പത്തികമായി ശക്തി കുറഞ്ഞവരെ ആയിരിക്കും. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയ ഒരു ക്വാളിറ്റിയാണ് വഹുബ്ബൽ മസാക്കീൻ, പാവങ്ങളോടുള്ള ഇഷ്ടം എനിക്ക് നീ നൽകണേ റഹ്മാനെ. ചോദിച്ചു വാങ്ങുക. അള്ളാഹിനോടൊരു കാര്യം തങ്ങൾ ചോദിച്ചു വാങ്ങണമെങ്കിൽ അത് എത്ര വലിയ കാര്യമായിരിക്കും, അതിനോടുള്ള ആഗ്രഹം എത്രയായിരിക്കും. അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരായ പലരുടെയും ക്വാളിറ്റി തന്നെ, ഉദാഹരണത്തിന് തങ്ങളുടെ കുടുംബവും കൂടിയായ സ്വഹാബിയാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരെ പേരന്നെ അബുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അവരുടെ പേര് ഉമ്മുൽ മസാക്കീൻ എന്നാണ്. ഇവരൊക്കെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അതെ. മാത്രമല്ല, നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതീയതയുടെ പേരിൽ അത് ഇസ്ലാം തങ്ങളിങ്ങനെ ഉറക്കത്തന്നെ പറഞ്ഞല്ലോ, അതൊക്കെ എൻ്റെ കാലിൻ്റെ ചുവട്ടിലൂടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കാര്യം പോലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പണ്ട് ജാഹിലിയ കാലത്ത് അത് സംഭവിച്ചിരുന്നു, ഇനി ഈ ഭൂലോകത്ത് അത് സംഭവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കുറച്ച് സംസാരം ഇങ്ങനെ സ്ട്രോങ്ങിലായപ്പോൾ യബ്ന സൗദാവ്, ഓ കറുത്ത പെണ്ണിൻ്റെ മോനെ എന്ന് അറിയാതെ അങ്ങോട്ട് വിളിച്ചുപോയി, വീണുപോയി. ഒരു ടങ് സ്ലിപ്പ്. യെസ് ബിലാൽ റളിയല്ലാഹു ആ വാക്കിൽ ആകെ കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു ഉടനെ തന്നെ പരാതി ബോധിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ അൽ ഗിഫാരി തങ്ങൾ വിളിച്ചു. ഗിഫാർ ഗോത്രത്തിൻ്റെ ഒരു തലവനാണ്. വിളിച്ചിട്ട് ചോദിച്ചു, ആ ജാഹിലിയ കൾച്ചർ ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ, ആ വൃത്തികേട് ബാക്കി ഉണ്ടാവാൻ പാടില്ലല്ലോ,
ആ ഉപദേശം അബൂദർ തങ്ങളെ ആകെ പിടിച്ചു കുലുക്കി. പിറ്റേന്ന് രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുന്ന വഴിയിൽ ഈ വലിയ അല്ലെങ്കിൽ ഒരു കുബേരൻ എന്ന് പറയാൻ പറ്റുന്ന ഈ സ്വഹാബി അങ്ങോട്ട് കിടന്നു, വഴിയിൽ കിടന്നു. നിങ്ങളുടെ ആ കറുത്ത കാലുകൊണ്ട് എൻ്റെ ഈ വെളുത്ത കവിൾത്തടത്തിൽ ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല. അയ്യോ, അതൊക്കെ ഇന്നലെ എന്നെ തീർന്നില്ലേ? അങ്ങനെ തീർക്കണ്ട. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ഏജിൻ്റെ കൾച്ചർ ബാക്കിയുണ്ടെങ്കിൽ അതില്ലാതാവണം, അത് എന്നെ ചവിട്ടണം എന്ന് പറയണത്. എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നേതാവല്ലേ, ഞാനെങ്ങനെ ചവിട്ടുക? അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പിരിയാണ് തങ്ങൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെയും ചെറുതാക്കരുത്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് അയാൾ എന്നേക്കാൾ വലുതായിരിക്കും എന്ന് എപ്പോഴും ചിന്തിക്കണം. ആരെക്കുറിച്ചായാലും പ്രായം കൂടുതലുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾ എന്നേക്കാൾ ഇബാദത്ത് ചെയ്ത ആളാണ്. പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ എൻ്റെ അത്ര ഏതായാലും അബദ്ധം വന്നിട്ടില്ലല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് ശരിക്ക് നമ്മുടെ ഒരു മതത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. എല്ലാവരെയും വലിയ കണ്ണുകളോടുകൂടി കാണണം. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് സയൻസ് സംസാരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് സയൻസ്, അത് അയാൾക്ക് അള്ളാഹു കൊടുത്ത കഴിവല്ലേ, അതിനെ അംഗീകരിച്ചു കൊടുക്കണം. ഒരാൾ നന്നായിട്ട് ഡ്രൈവിംഗ് നടത്തുന്നുണ്ട്, അയാൾക്കൊരു സ്കില്ലല്ലേ അള്ളാഹു കൊടുത്തത്. അതാണ് എല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറയണ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പോലും പ്രയോഗിക്കപ്പെടാൻ പാടില്ല. സാംസ്കാരികമോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളായുള്ള പിന്നോക്കാവസ്ഥകൾ അഭിമുഖീകരിച്ചു വരുന്ന ആളുകൾ, അവരെ പിന്നോക്കക്കാർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്നതന്നെ ശരിയല്ല. പല പിന്നോക്കാവസ്ഥകളും നേരിടേണ്ടി വന്നവർ, ആ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം നമ്മളൊക്കെ തന്നെയാണ്, സാമൂഹികമായ സ്ഥിതിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്നവരെ പലപ്പോഴും നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ആക്ഷേപിക്കുന്നത് അവരിലെന്തോ കുറവുണ്ട് എന്ന് നോക്കിയിട്ടാണ്. യഥാർത്ഥത്തിൽ അവരിലുള്ള പല മികവും ഈ ആക്ഷേപിക്കുന്നവരിലില്ല, പല മികവുകളും അവർക്കുണ്ട്. അതന്നെ, അതേ ഒരു ഭാഷയിൽ തന്നെയാണല്ലോ ഖുർആനിൽ ലാ യസ്ഖറു മിൻ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങൾ ആരെയും ആക്ഷേപിക്കരുത് അസ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അവർ നിന്നേക്കാൾ ഹൈറായിരിക്കും. കറക്റ്റാണ് സംഭവം. മാത്രമല്ല, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് എന്തോ ഒരു രോഗം വരുമ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ. മറ്റൊരാളെ ശ്രദ്ധയിൽ കാണാൻ ഉറപ്പല്ലേ? ഞാൻ എന്ന ഭാവം, ഞാൻ നിന്നേക്കാൾ ടോപ്പാണ്, അത് തുടങ്ങി വെച്ചത് ഇബ്ലീസാണ്. ആദമിനേക്കാൾ ടോപ്പാണല്ലോ ഞാൻ എന്നുള്ള ഒരാശയം തുടങ്ങിയത്. ഈ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരാശയാണ്, ഒരാളല്ല, ഒരു വ്യക്തി ആയിട്ടല്ല, ഒരാശയാണ്. ഫിർഔൻ എന്നുള്ളത് ഒരാശയാണ്. അന റബ്ബുക്കുമുൽ അഅ്ല, എൻ്റെ അഭിപ്രായം എന്താ സ്വീകരിക്കാത്തത്? ഞാനല്ലേ വളരെ സീനിയറായ ആൾ. ഇപ്പോഴും ലോക രാഷ്ട്രീയത്തിൽ പോലും അത്തരം പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ അതെ, ഇപ്പം അങ്ങോട്ട് ഞാനാണല്ലോ എല്ലാം എന്നുള്ള. അതെ, എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫിറൗനുകൾ ഇപ്പോഴും ലൈവിലുണ്ട് എന്നാണ് അർത്ഥം. അതെ അതെ. ഏതായാലും ഇങ്ങനെ ആളുകളെ ചെറുതായി കാണാതിരിക്കുക എന്നത് ഒരാളുടെ ഒരു വലിപ്പമാണ്. ആ വലിപ്പത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളിടത്താണ് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയ തലമുറകളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, വളർന്നു വരുന്നവരിലേക്ക് ഈ ആശയങ്ങളൊക്കെ എത്തിക്കുക എന്നതും പ്രധാനമാണ്. പലപ്പോഴും ഈ ആശയങ്ങളൊന്നും നമ്മളിങ്ങനെ എഴുതി കൊടുത്തതുകൊണ്ട് ചൊല്ലിപ്പടിച്ചതുകൊണ്ട് കിട്ടുന്നതായിരിക്കില്ല, പ്രാക്ടീസിങ്ങിലൂടെയാണല്ലോ അത് ഉണ്ടാവുന്നത്. ഒരുപക്ഷെ അത് റിയൽ ലൈഫിൽ തന്നെ അങ്ങനെ കാണുമ്പോൾ, നിങ്ങളിപ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബിലാലുല്ലാഹനും അബൂദറുൽ ഗിഫാറുല്ലാഹനും തമ്മിലുള്ള അനുഭവമൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടി അങ്ങനെ നമുക്കാവുമോ എന്നൊരു ഇതിലേക്ക് എത്തും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഈ ചരിത്രങ്ങളൊക്കെ ഒരു സർഗാത്മകമായി അവതരിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അനുഭവം നമ്മുടെ തലമുറയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ലഭിക്കുക എന്നതും പ്രധാനമാണ്. അത്തരത്തിലൊക്കെ ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത്തരം സംസാരങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അവസരങ്ങളുടെ കുറവ് കൂടി ഒരു കാരണമാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. ആവശ്യങ്ങൾ അവനവനിൽ തന്നെ നിർവഹിക്കപ്പെടും വിധത്തിൽ നമ്മൾ കുറച്ചുകൂടി സെൽഫ് സഫിഷ്യൻ്റായി തുടങ്ങിയ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട്. അപ്പോൾ ഒരാളുടെ ഒരു സംശയം പോലും ചോദിക്കേണ്ടി വരുന്നില്ല, സംശയം ഗൂഗിൾ പറഞ്ഞുതരും. ഒരു സെൻറ്റൻസ് എഴുതാൻ മുമ്പ് ഉപ്പായോട് ചോദിക്കുമായിരുന്നു ചിലപ്പോൾ, അല്ലെങ്കിൽ ഉമ്മനോട് ചോദിക്കും, അല്ലെങ്കിൽ ഏട്ടനോട് ചോദിക്കും. ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, സെൻറ്റൻസ് ജെമിനിയോ ChatGPT തരും. ചെറിയ മക്കൾക്ക് വരെ അറിയാം. ഗൂഗിളിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഗൂഗിൾ പറഞ്ഞോളും. ഗൂഗിളിനോട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മതി, യൂട്യൂബിൽ പോയിട്ട് ആ വീഡിയോ പറഞ്ഞാൽ മതി എന്നാണ്
കുട്ടികൾ തന്നെ അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻസി അപകടകരമായ വിധത്തിൽ കൂടി ടെക്നോളജി വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പരസ്പര സംസാരങ്ങളൊക്കെ കുറഞ്ഞു പോയി. നിങ്ങളിൽ ഉള്ളത് എന്തെന്ന് ഞാനും അറിയുന്നില്ല, എങ്കിൽ എന്തുണ്ടെന്ന് നിങ്ങളും അറിയുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നത് കൂടി ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു എക്സ്പ്രഷൻസ് പരസ്പരം പങ്കുവെക്കുന്നിടത്ത് നമ്മളുടെ ഒരു സാഹിത്യോത്സവ കാലം കൂടിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ഫാമിലികളിൽ തന്നെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ തന്നെ ഇമാം ഗസാലി റഹിമഹുള്ളയൊക്കെ പറയണ്ടല്ലോ, ബന്ധങ്ങളുടെ ബന്ധം പഠിപ്പിച്ചു കൊടുക്കണം. ഈ ബന്ധങ്ങളുടെ ബന്ധം പഠിപ്പിക്കുക എന്ന് പറയുന്നത് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായിട്ട് അതൊരു പ്രാക്ടീസായിട്ട് അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു മഹാൻ്റെ ചരിത്രത്തിൽ കാണാം, അവരുടെ 2 മക്കൾ ഇരട്ടകളാണ്. ഇരട്ടകളാണ് എന്ന് പറയുമ്പോഴും ഒരു കുട്ടി ആദ്യം വന്നിട്ടുണ്ടാവുമല്ലോ. അതെ, എന്തായാലും ജസ്റ്റ് സമയമാറ്റമുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ രണ്ടാമത് വന്ന കുട്ടി നീണ്ട പതിറ്റാണ്ട് കാലം ജ്യേഷ്ഠൻ്റെ കൂടെ ജീവിച്ചിട്ടും ഒരു തവണ പോലും ഒന്നിച്ചു പോലും നടന്നിട്ടില്ല. മുന്നിൽ പോയില്ല എന്ന് മാത്രമല്ല, ഒന്നിച്ചു പോലും നടന്നിട്ടില്ല. കാരണം ആ മഹാന്മാരുടെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത്രേ, ആദ്യം വന്നത് ഇക്കാക്കയാണ്, ജ്യേഷ്ഠനാണ്, ബഹുമാനിക്കണം. ആ ബഹുമാനം. ഇരട്ടകൾ ഒരു ബന്ധത്തിൻ്റെ ബന്ധം പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ഈ കൂടിയിരുന്ന് കഥകൾ പറയണമെന്നാണ് ഗസാലിമ പറയണത്. കഥകൾ പറയണം. കഥകൾ പറയുമ്പോൾ കുട്ടികൾ വളരെ എന്താ പറയുക, മഹാന്മാരായത് എങ്ങനെ എന്ന് പഠിക്കും. ഖുർആൻ തന്നെ പരാജിതരുടെയും വിജയിച്ചവരുടെയും അടയാളങ്ങൾ പറയുന്ന സൂറത്ത് തുടങ്ങണ തന്നെ വല്ല അസർ, നിങ്ങൾ കാലത്തെ വായിക്കൂ, അവിടെ ഉണ്ട് ഉത്തരം. അതെ. അപ്പോൾ വായനയും പഠനവും ഒക്കെ ഇതിൽ നടന്നു പോകണം, കഥകളൊക്കെ പറയണം തന്നെ. കഥ പറയണം. പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. 3 വയസ്സ് മുതൽ കുട്ടികൾക്ക് കഥ പറഞ്ഞ് തുടങ്ങണം. ഈ അടുത്ത് ഒരു കുട്ടീനോട് നീയാണോ ഈ ടാബ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചു. ഗെയിം കളിക്കാൻ തരാത്തതുകൊണ്ട്. ഞാൻ ഗെയിം കളിക്കാൻ തരാത്തതുകൊണ്ട് പൊട്ടിച്ചതല്ല, ബാറ്റ് എടുക്കാൻ വേണ്ടി തട്ടിൻ്റെ മേലെ കൈവച്ചപ്പോൾ കൈ തട്ടി വീണ് പൊട്ടിയതാണ്. മോനെന്താ അത് കളവറിയാതെ സത്യം പറഞ്ഞത്? ഉമ്മാമല്ലേ മിന്നാന്ന് പറഞ്ഞത് ജീലാനി തങ്ങൾ കളവറിയല്ല ഉണ്ടോ? കഥ പറയണം. അങ്ങനെ കഥ പറഞ്ഞ് മാലകൾ ചൊല്ലിയും കഥ പറയും, മൗലിദ് ചൊല്ലിയും നമുക്ക് കഥകൾ കേൾപ്പിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഫാമിലി സാഹിത്യോത്സവം നമ്മുടെ വീടുകളിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കുറേ ആശയങ്ങൾ ആ കുടുംബത്തിൽ ചേർന്ന് വെക്കും. ഒരുപാട് ബന്ധങ്ങൾ, അതുപോലെ കുട്ടികളുടെ ആത്മീയാരോഗ്യം, മാനസിക ശക്തി, ഈ കൂടിച്ചേരലുകൾ എല്ലാത്തിൻ്റെയും പരിഹാരമാണ്. അക്സറുൽ ബർക്കത്തി ഫി അക്സരിൽ അയാദി എന്നാണല്ലോ. കൂടുതൽ കരങ്ങളുള്ള തളികയിലാണ് കൂടുതൽ ബർക്കത്ത് എന്നാണല്ലോ. എത്രത്തോളം ഇസ്ലാമിൽ ഒരുമിച്ചുകൂടൽ കൂടുന്നുണ്ടോ അത്രത്തോളം അവിടെ ബർക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. 2 ആളുള്ള ജമാഅത്തിനേക്കാൾ വലിയ ജമാഅത്താണല്ലോ കൂടുതൽ കൂലി. ശരിക്കും ഇപ്പോൾ ഈ നമ്മുടെ ഫാമിലി സാഹിത്യോത്സവ ഉസ്താദ് പറഞ്ഞുകൊണ്ട്, ഫാമിലി സാഹിത്യോത്സവിൽ ഇപ്പോൾ AP ഉസ്താദിൻ്റെ വീട്ടിൽ ഫാമിലി സാഹിത്യോത്സവം കഴിഞ്ഞു. റയീസുൽ സുലൈമാൻ ഉസ്താദിൻ്റെ വീട്ടിൽ ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ചയാണ്. അതേക്കുറിച്ച് അവർ പങ്കുവെക്കുന്ന അനുഭവങ്ങളും ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റിസാലയുടെ ഈ ലക്കത്തിൽ തന്നെ AP ഉസ്താദ് അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ആദ്യ വാക്കിൽ ഈ കുട്ടികളുടെ തമ്മിലുള്ള ഈ സംസാരവും അവരെ കാണുമ്പോൾ മുതിർന്നവർക്കുണ്ടാകുന്ന ആഹ്ലാദമൊക്കെയാണ് ഉസ്താദ് കൂടി പങ്കുവെക്കുന്നത്. ശരിക്കും ഈ നിലക്ക് നമ്മുടെ വീടുകളിലൊക്കെ അതിൻ്റെ ഒരു വെളിച്ചം ഇനിയും ഉണ്ടാക്കാൻ ഈ ഫാമിലി സാഹിത്യോത്സവം കൂടി കഴിയട്ടെ എന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സംസാരത്തിൻ്റെ ഒരു ആകത്തുകയായിട്ട് പറയാൻ തോന്നും. അതെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നിങ്ങൾ പുറത്തുനിന്ന് എത്ര വലിയ ആളാണെങ്കിലും വീട്ടിലെത്തിയാൽ കുട്ടി തന്നെ ആവുക. അപ്പോൾ നമ്മളൊരു കുട്ടിയാവുന്ന ഒരു സമയമാണ് ഫാമിലി സാഹിത്യോത്സവം.